നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയിരിക്കുന്നത് പനീർ ഉപയോഗിച്ചിട്ടാണ്. പനീർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. പനീറിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വെള്ളം നല്ലപോലെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ആദ്യം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. പനീർ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു മസാലയൊക്കെ നല്ല പോലെ തന്നെ കവർ ചെയ്ത് വന്നോളും. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ല പോലെ തന്നെ കവർ ചെയ്ത് കിട്ടാനും അതുപോലെ തന്നെ പനീറിന് രുചി കിട്ടാനും സഹായിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഇവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടലപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അതിന് പകരം മൈദപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു എരിവിനായിട്ട് 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചായി ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ ഒരുപാട് തിക്കും അല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ചേർക്കാം. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ബാറ്റർ വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇവിടെ നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 2-3 ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ഒന്നും ചെയ്തെടുത്തിട്ടില്ല, വെറുതെ പൊടിച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ ഈ ഒരു ബാറ്ററിൽ നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഡബിൾ കോട്ടിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആ ഒരു കവറിങ് നല്ല കട്ടിയായിട്ട് കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഇത് ഡബിൾ കോട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഡബിൾ കോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. സിംഗിൾ കോട്ടിങ് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ ബ്രെഡ് ക്രംസ് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളിലത്തെ പനീറായാലും ആ ഒരു മസാലയുടെയൊക്കെ പച്ചമണം നല്ലപോലെ തന്നെ മാറുന്ന രീതിക്ക് നമ്മൾ ആദ്യം ഷാലോ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫ്രൈയിങ്ങിന് ഒരുപാട് സമയം എടുക്കില്ല. അതുപോലെ തന്നെ ആ ഒരു പനീറിന് നല്ല രുചിയും ഉണ്ടാകും. സാധാരണ പനീർ പക്കോട ഉണ്ടാക്കണ ആ ഒരു രുചിയിലല്ല ഇതുണ്ടാകുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പനീർ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മയണൈസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഡിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പനീർ പക്കോട നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയില്ല. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.